സഹോദരി സഹോദരന്മാരെ, സത്യത്തിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞുള്ള പര്യടനത്തിനിടയിൽ ഒരു സുപ്രധാനമായ പരിപാടിക്ക്, അതും അവിസ്മരണീയവും ചരിത്രം വിളിച്ചോതുന്നതുമായ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വയലാർജി കേരള രാഷ്ട്രീയത്തിലെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു നായകനായി. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇത്ര ചെറുപ്പത്തിലേ എത്തപ്പെട്ട നേതാവ്, കോൺഗ്രസിനെ ഇടതുപക്ഷത്തേക്ക്, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് കക്ഷിയുടെ ഇടതുപക്ഷമല്ല, കോൺഗ്രസിന് നയങ്ങളെ ലെഫ്റ്റ് ചായ്വോടുകൂടി കൊണ്ടുപോകാൻ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുള്ള പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റിയെടുക്കുന്നതിൽ അതിനിർണായക റോൾ ആ കാലഘട്ടം മുതലേ വഹിച്ച നേതാവ്. എല്ലാറ്റിനും ഉപരി നമ്മളെല്ലാം ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന മഹത്തരമായ പാത കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ അന്ന് വല്ലാത്തൊരു കാലഘട്ടത്തിൽ പടുത്തുയർത്തിയ നേതാവ്, സൃഷ്ടിച്ച നേതാവ്. വയലാർജിയുടെ 80 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ ഒരു ആലപ്പുഴ MP ഇങ്ങനെ ഒരു പരിപാടിയാണ്. ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ശുദ്ധി കയറി, ദേഷ്യം വന്നു. അങ്ങനെയാണല്ലോ വയലാർജിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നവരാരോ പോയാൽ പറയും, ദേഷ്യപ്പെട്ടു എന്ന് രക്ഷപ്പെട്ടു എന്നാണ്, ചൂടായാൽ രക്ഷപ്പെട്ടു. അങ്ങനെ ആദ്യം രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞു, കേരളത്തിലെ KSUവിൻ്റെ വയലാർജി എളുപ്പത്തിൽ വീഴ്ത്താൻ പറ്റിയ ഒരു മാർഗം ഞാൻ കണ്ടെടുത്തോളാം. വയലാർജിയുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് KSUവിൻ്റെ കാര്യം അറിയാവുന്നതല്ല. ഞാൻ പറഞ്ഞു, KSUവിൻ്റെ പ്രസിഡന്റ് അന്ന് അഭിജിത്താണ്. അഭിജിത്ത് മുതൽ AK ആന്റണി വരെയുള്ള പ്രഗത്ഭരായ എല്ലാ ആളുകളും പങ്കെടുക്കുന്നൊരു യോഗമാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിനാവസാനം സമ്മതിക്കുക. അതൊരു വർണ്ണശബളമാർന്ന പരിപാടിയായിരുന്നു. വയലാർജിയുടെ ജീവിതയാത്ര നമുക്കെല്ലാവർക്കും അറിയാം. അത് വിദ്യാർത്ഥി സംഘടനാ ചരിത്രത്തിലെ തന്നെ ഇതിഹാസമാണ്, യുവജന രാഷ്ട്രീയത്തിലെ ഇതിഹാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുരാഷ്ട്രീയത്തിലും വേറിട്ട വഴികളിലൂടെ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ധീരമായ ചോദ്യമുണ്ട്. ഇങ്ങനെ വിവിധ തുറകളിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, അതിനെയൊക്കെ പ്രതിപാദിക്കുന്ന പരിപാടി, അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ 10 പ്രസംഗങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ വീക്ഷണകോണുകളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രസിദ്ധീകരണത്തിന് വെച്ചിരിക്കുന്നത്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല, ഒറ്റ കാര്യമാണ്. ഈ ചേർത്തല സംഭാവനകളാണ് 2 പ്രഗത്ഭ നേതാക്കന്മാർ ദേശീയ രാഷ്ട്രീയത്തിൽ. ഒന്ന് ശ്രീ വയലാർജിയും മറ്റൊന്ന് ശ്രീ AK ആന്റണി. അന്ന് കാലഘട്ടത്തിൽ, അവരൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കാൻ എടുത്ത ത്യാഗവും കഷ്ടപ്പാടും വേദനയും ഇന്നും നമുക്ക് ഓർക്കുമ്പോൾ വിസ്മയകരമായി തോന്നും. അത്യധീരോന്നതമായ പോരാട്ടം നടത്തി കേരളത്തിലെ കോൺഗ്രസിനെ പടുത്തുയർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച 2 വ്യക്തിത്വങ്ങളാണ് പ്രിയപ്പെട്ട വയലാർജി, AK ആന്റണി. വയലാർജിക്കാണെങ്കിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ തുടക്കം തൊട്ട് അതിനെ പിന്നീട് NSU ഉണ്ടാക്കി, ദേശീയ വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാക്കി, യൂത്ത് കോൺഗ്രസിനെ സംഘടനയാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ സൈദ്ധാന്തിക തലങ്ങളിൽ ജനപക്ഷത്ത് നിർത്താൻ ഒരു പാർട്ടിയെ കൊണ്ട് എങ്ങനെ പാർട്ടിയെ നിർത്താൻ പറ്റും എന്നതിന് ശക്തമായ നിലപാടുകൾ. അത് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിക്കെതിരാണെങ്കിൽ പോലും പറയാൻ മടി കാണിക്കാത്തൊരു നേതാവ്.
അത് തന്നെയാണ് വയലാർജിയുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. അത് നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ പ്രൗഢിയോടെ നമുക്ക് പറയാമെന്ന ഒരാളാണ് വയലാർ രവി. നമ്മുടെ നേതാവായിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു എന്നത് ഏറ്റവും പ്രൗഢിയോടെ അഭിമാനത്തോടെ പറയാൻ കഴിയാത്തവണ്ണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പന്ഥാവ് തീർച്ചയായും ഈ നാടിനും രാജ്യത്തിനും വേണ്ടിയിട്ടുള്ള പന്ഥാവായിരുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടി ഈ സന്തോഷ നിമിഷം പങ്കെടുക്കുന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ ഈ നാട്ടിൽ ഇപ്പോഴും കൊണ്ടു നടക്കാൻ ഉള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. വർത്തമാനകാല രാഷ്ട്രീയം എന്ന് പറയുന്നത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും അവരുടെ ഇടതുപക്ഷ സ്വഭാവം കൈമോശം വരുന്ന കാലഘട്ടമാണ്. അവർ പേരിന് മാത്രമേ ഇടതുപക്ഷമുള്ളൂ, നയങ്ങളിൽ ഇടതുപക്ഷമില്ല, ആശയങ്ങളിൽ ഇടതുപക്ഷമില്ല, നിലപാടുകളിലില്ല. പേര് ഇടതുപക്ഷമാണ്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പേരിൽ ഇടതുപക്ഷം ഉണ്ടാകില്ല. നയങ്ങളിൽ ഇടതുപക്ഷമുണ്ട്, നിലപാടുകളിൽ ഇടതുപക്ഷമുണ്ട്, പോരാട്ടത്തിൽ. ഇത്തരം നിലപാടുകളിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് ശ്രീ വയലാർ രവി എന്നുള്ള കാര്യം അഭിമാനത്തോടെ തന്നെ പറയാൻ നമുക്ക് സാധിക്കും. ആന്റണിയും അതുപോലെ തന്നെ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് വയലാർജിയുടെ ജാതിയുടെയും മതത്തിൻ്റെയും സമ്മർദ്ദങ്ങളിൽ പെട്ടു നിൽക്കുന്ന രാഷ്ട്രീയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നിനും മറുപടി പറയാതെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മാത്രം വിട്ടുകൊടുക്കുന്ന, അതിലൂടെ രാഷ്ട്രീയത്തെ കൊയ്യാൻ ശ്രമിക്കുന്ന ഭരണകൂടം സത്യത്തിൽ അത് ഭരണകൂട ഭീകരതയാണ്. ആ ഭീകരത നിലനിൽക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റുകയാണ്. അവിടെയും വിപ്ലവകരമായ സ്വന്തം വിഭാഗത്തിലൂടെ ഇവിടെ സ്നേഹിക്കാൻ ജാതിയും മതവും പ്രശ്നമല്ല എന്ന് കാണിച്ചു കൊടുത്ത നേതാവാണ് ശ്രീ വയലാർ രവി എന്നത് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒന്നാണ്. അന്ന് ആ കാലത്ത് കാണിച്ച ആ ചങ്കൂറ്റം സത്യത്തിൽ അന്ന് ഇന്നും ഇത്തരം ചങ്കൂറ്റങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്നത് വർത്തമാനകാലത്തെ രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ വഴികാട്ടിയായിരിക്കുന്ന ഒരു നേതാവാണ് വയലാർ രവി എന്ന് മാത്രം വിനയം സൂചിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രൗഢഗംഭീരമായ ജീവിതയാത്ര സൂചിപ്പിക്കുന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്കൊരവസരം കിട്ടിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. അത് തീർച്ചയായിട്ടും അഭിമാനത്തോടെ നിർവഹിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള അനുവാദത്തോടുകൂടി അതിന് പോകണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.